പ്രിയപ്പെട്ട ഭാവിയുടെ അധ്യാപകരെ, എൻട്രിയുടെ 2020 സീരീസ് നിങ്ങൾക്ക് 20 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 20 ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് നിങ്ങൾക്ക് കുറേ ക്ലാസ്സുകൾ എത്തിയിട്ടുണ്ട് നിങ്ങളിലേക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സൈക്കോളജിയിലെ ഡിഫൻസ് മെക്കാനിസത്തെക്കുറിച്ചിട്ടാണ്. ഡിഫൻസ് മെക്കാനിസം അഥവാ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം എന്താണ്, സൈക്കോളജിയിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. നിങ്ങൾ സിനിമകളൊക്കെ കാണുന്നവരാണെങ്കിൽ മലയാള സിനിമയിലെ കഥാപാത്രങ്ങളിലൂടെ നിങ്ങൾക്ക് ഇതിനെ ഓർത്തിരിക്കാനായിട്ട് ഒരു പരിധി വരെയൊക്കെ പറ്റുകയും ചെയ്യും. പ്രധാനപ്പെട്ട ചിലതൊക്കെ കുറേ ഉണ്ട് കേട്ടോ. ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് ഈ ലിസ്റ്റിൽ പെടാത്ത ഒരുപാടെണ്ണം ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഡിഫൻസ് മെക്കാനിസത്തിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഡിഫൻസ് ആണ് അല്ലേ, അഡ്ജസ്റ്റ്മെൻറ്റ്, ഡിഫൻസ് എന്തായിരിക്കും ഇത്? ആ വാക്കിൽ തന്നെയുണ്ട്. സൈക്കോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. അതായത് നമ്മൾ മാനസികമായിട്ട് രക്ഷ നേടാനായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ സെൽഫ് റെസ്പെക്റ്റിനെയും സാധനങ്ങളെയൊക്കെ നമ്മൾ നിലനിർത്താനായിട്ടും സൈക്കോളജിക്കലി ഒന്ന് ബാലൻസ് ആവാനും ഒക്കെ ആയിട്ട് നമ്മൾ മനഃശാസ്ത്രപരമായിട്ട് അൺകോൺഷ്യസ് ആയിട്ട് നമ്മൾ തന്നെ ചെയ്യുന്ന ചില മെക്കാനിസമാണ് ഈ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് സൈക്കോളജിക്കലായിട്ടുള്ള ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. ഒരു ഇൻഡിവിജ്വൽ ഫ്രസ്ട്രേറ്റഡ് സിറ്റുവേഷനെ ടാക്കിൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണ്. അതായത് ഒരു ഫ്രസ്ട്രേറ്റഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള അവസ്ഥയിൽ നിന്ന് രക്ഷ നേടുന്നതിന് ഒരാൾ അഡോപ്റ്റ് ചെയ്യുന്ന, ഒരു ഇൻഡിവിജ്വൽ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് എനി ഹാബിച്വൽ മെത്തേഡ് ഓഫ് ഓവർകമ്മിങ് ബ്ലോക്സ്, reaching goals, satisfying motives, relieving frustration and maintaining equilibrium. അപ്പോൾ നമ്മൾ മാനസികമായിട്ടുള്ള നമ്മുടെ മെൻ്റലി ഇക്വിലിബ്രിയത്തിലേക്ക് എത്താൻ, ഒരു ബാലൻസിലേക്ക് എത്താൻ നമ്മൾ സ്വയം നേടിയെടുക്കുന്ന അല്ലെങ്കിൽ ചെയ്തെടുക്കുന്ന ഒരു പരിപാടിയാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ടെൻഷൻ കുറയ്ക്കാനും സെൽഫ് റെസ്പെക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മളെ ഡിഫൻസ് മെക്കാനിസം സഹായിക്കുന്നുണ്ട്. A defense mechanism are learned responses which developed unconsciously and are used unconsciously to meet a stress situation. അപ്പോൾ ഇത് അൺകോൺഷ്യസ് ആയിട്ടുണ്ടാവുന്നതാണ് എന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. യൂഷ്വലി ഡ്യൂറിങ് എ പീരിയഡ് ഓഫ് സ്ട്രെസ് ദർ ഇസ് എ threat to the ego or self concept of the individual. Defense mechanism helps the individual to preserve his self concept and protect him from anxiety. അപ്പോൾ മാനസിക പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സെൽഫ് റെസ്പെക്റ്റും സെൽഫ് എസ്റ്റീമും ഒക്കെ അങ്ങനെ നിലനിർത്താനായിട്ട് സെൽഫ് കോൺസെപ്റ്റിനെയൊക്കെ പെർസീവ് ചെയ്ത് നിർത്താനായിട്ട് ഡിഫൻസ് മെക്കാനിസംസ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആണ്. ഇതിൽ ഒരെണ്ണം മാത്രം, റിപ്രഷൻ എന്ന് പറയുന്ന ഒരു സംഭവം മാത്രമാണ് നെഗറ്റീവ് ആയിട്ടുള്ളൊരു സാധനം. ബാക്കി എല്ലാം പ്രൊട്ടക്റ്റിംഗ് ഡിവൈസ് തന്നെ നമ്മൾ ആക്ട് ചെയ്യുകയാണ്. അതും അൺകോൺഷ്യസ് ആയിട്ടാണ് നമ്മളെ മനസ്സിൽ അത് ഉണ്ടാവുന്നത്. സൈക്കോളജിക്കലായ ഡേഞ്ചേഴ്സിൽ നിന്നും ഡിസ്ട്രസ്സിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് ഒരു വ്യക്തി സ്വയം ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ പറയുന്ന ഡിഫൻസ് മെക്കാനിസം. ദ ഇമ്പോർട്ടൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം അഡോപ്റ്റഡ് ബൈ സ്കൂൾ ചിൽഡ്രൻ ആർ ദ ഫോളോയിങ്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്കൂൾ ചിൽഡ്രൻസിലുള്ള പ്രധാനപ്പെട്ട ഡിഫൻസ് മെക്കാനിസംസ് അതാണ്. നിങ്ങൾക്ക് ബോർഡ് എക്സാമിനും വരാം, നിങ്ങൾക്ക് ഒരേപോലെ ഉറപ്പായിട്ടും കേറ്ററ്റിനും സെറ്റിനും ഉൾപ്പെടെയുള്ള എക്സാമുകളിൽ ജനറൽ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരാറുണ്ട്. ഉറപ്പായിട്ടും പഠിച്ചു വെച്ച ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. അഗ്രഷൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരെണ്ണമാണ് അഗ്രഷൻ എന്ന് പറയുന്നത്. അഗ്രഷൻ എന്ന് പറഞ്ഞാൽ അഗ്രസീവ് ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ്ഫുൾ അറ്റാക്കിംഗ് ആക്ടിവിറ്റി ആണ്. ഫോഴ്സ്ഫുൾ അറ്റാക്കിംഗ് ആക്ടിവിറ്റി ആണ്. അതായത് ഫിസിക്കലോ വെർബലോ അല്ല സിംബോളിക്കലോ ആയിട്ട്, അല്ലെങ്കിൽ ഇത് മൂന്നുകൂടി ചേർത്തിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കുട്ടി മറ്റൊരാളിൽ അത് കാണിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ഫ്രസ്ട്രേറ്റഡ് സിറ്റുവേഷൻ വരുമ്പോൾ ദേഷ്യം വന്നിട്ട് അടിക്കുക, ദേഷ്യം വന്നിട്ട് ചീത്ത പറയുക, എന്തെങ്കിലുമൊക്കെ സിമ്പിളുകൾ കാണിച്ച് വഴക്കുണ്ടാക്കുക, ഇതൊക്കെ ചെയ്യുന്നല്ലോ, ഇതെല്ലാം അഗ്രഷൻ്റെ ഭാഗമാണ്. ഇത് രണ്ട് രീതിയിലുണ്ട്. എക്സ്ട്രോപൊണേറ്റീവ് ഉണ്ട്, ഇൻട്രോപൊണേറ്റീവ് ഉണ്ട്. അതായത് ഒരു ഇൻഡിവിജ്വൽ അഗ്രസീവ് ആയിട്ട് ദേഷ്യം വരുന്ന സന്ദർഭങ്ങളിൽ മറ്റൊരു വ്യക്തിയിൽ ഈ ഫ്രസ്ട്രേഷൻ കാണിക്കുകയാണെങ്കിൽ, അടുത്തിരിക്കുന്ന ഒരാളുടെ മുഖത്തോട്ട് ഇടിക്കുക, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആളൊരു തെറി പറയുക, ഇതൊക്കെ പറയുകയാണെങ്കിൽ എക്സ്ട്രോപൊണേറ്റീവ് ആണ്. എന്നാൽ സ്വയം വേദന എടുപ്പിക്കുക, ദേഷ്യം വരുമ്പോഴത്തേക്കും സ്വന്തമായിട്ട് അടിക്കില്ലേ, സ്വന്തമായിട്ട് മുഖത്തൊക്കെ അടിക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, സ്വന്തമായിട്ട് ചീത്ത പറയുന്ന ആൾക്കാരില്ലേ, അതൊക്കെയാണ് എന്ത്? ഇൻട്രോപൊണേറ്റീവ് എന്ന് പറയുന്നത്. ഒരു ഡിഫൻസ് മെക്കാനിസമാണ് അഗ്രഷൻ എന്ന് പറയുന്നത്. എക്സ്ട്രോപൊണേറ്റീവും ഇൻട്രോപൊണേറ്റീവും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അടുത്തത് കോമ്പൻസേഷൻ. മോസ്റ്റ് റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. കോമ്പൻസേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മേഖലയിലുള്ള പരാജയം വേറൊരു മേഖലയിൽ സക്സസ് ആക്കിക്കൊണ്ട് നേടിയെടുക്കുകയാണ്, അല്ലെങ്കിൽ വരുത്തുകയാണെങ്കിൽ അതിനെ കോമ്പൻസേഷൻ എന്ന് പറയാം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. എത്രയോ അവസരങ്ങളിൽ നമുക്കത് കാണാൻ പറ്റും. അതായത് നിങ്ങൾ മാത്സിനും അല്ലെങ്കിൽ നിങ്ങൾ അക്കാഡമിക്കലായിട്ടുള്ള വിഷയങ്ങളിൽ മാർക്ക് നേടാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല, നിങ്ങൾ പരാജയപ്പെട്ടു പോവാണ്. അപ്പോൾ ടീച്ചേഴ്സൊക്കെ നിങ്ങളെ കളിയാക്കുന്നു, വഴക്ക് പറയുന്നു. എന്നാൽ അതേ ടീച്ചേഴ്സിനെ കൊണ്ട് കൈയടിപ്പിക്കുന്ന സീൻ എപ്പോഴായിരിക്കും? ഒരു കലാകായിക മത്സരങ്ങളിൽ
അല്ലെങ്കിൽ കായിക മത്സരങ്ങളിൽ കഴിവ് തെളിയിച്ച് കഴിയുമ്പോഴത്തേക്കും മിടുക്കന കൊള്ളാം എന്നൊക്കെ അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള സാധനമായിട്ട് നമ്മുടെ ഇതിലേക്ക് മാറുകയാണ്. അതുതന്നെയാണ് ഈ കോമ്പൻസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു മേഖലയിലെ പരാജയം മറ്റൊരു മേഖലയിലെ സക്സസിലൂടെ മറികടക്കാൻ ശ്രമിക്കുന്നു, അതാണ് കോമ്പൻസേഷൻ. ദിസ് ഈസ് എ മെക്കാനിസം ഇൻ വിച്ച് ആൻ ഇൻഡിവിജ്വൽ ട്രൈസ് ടു ബാലൻസ് ഓർ കവർ അപ്പ് ഹിസ് ഡെഫിഷ്യൻസി ഇൻ വൺ ഫീൽഡ് ബൈ എക്സിബിറ്റിംഗ് ഹിസ് സ്ട്രെങ്ത് ഇൻ അനദർ ഫീൽഡ്. Compensation involves a process of substitution of achievement. Low achievement in one area is substituted by high achievement in another area for the satisfaction of need for approval. മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടാൻ ഒരു മേഖലയിലെ പരാജയത്തെ മറികടക്കാൻ മറ്റൊരു മേഖലയിലെ കഴിവ് ഉപയോഗിക്കുന്നു. അത് തന്നെയാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. A boy who fail in academic subject may save his self-esteem by ഡിസ്റ്റിങ്യൂഷിങ് ഹിംസെൽഫ് ഇൻ അത്ലറ്റിക്സ്. ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ മറ്റേ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ സിനിമയിൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ സ്കൂൾ ലെവലിലൊരു സീനുണ്ട്. അതിൽ അവനെ എപ്പോഴും വഴക്ക് പറയുന്ന കണക്ക് മാഷ്, എപ്പോഴും കളിയാക്കുന്ന കണക്ക് മാഷ്, അവൻ ആ സിനിമയിൽ അഭിനയിച്ചിട്ട് നല്ലൊരു രംഗം ചെയ്യുന്ന സമയത്ത് കൈയടിക്കുന്നു അല്ലെങ്കിൽ അഭിനന്ദിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നൊരു ഡയലോഗുണ്ട്, ഇന്നോട്ട് ഞാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ആ നിമിഷം ഞാൻ തീരുമാനിച്ചു, എന്താ എൻ്റെ ജീവിതം സിനിമയാണ്. കാരണം എന്താ, എന്നെ ഒരു തരത്തിൽ അംഗീകരിക്കാത്ത ആൾക്കാർ, എന്നെ കളിയാക്കിക്കൊണ്ടിരുന്ന ആൾക്കാർ പോലും ആ ഒരു പെർഫോമൻസ് കൊണ്ട് കൈയടിച്ചു. അപ്പോൾ അതാണ് ഒരു മേഖലയിലുള്ള പോരായ്മ മറ്റൊരു മേഖലയിലെ കഴിവ് കൊണ്ട് മറികടക്കുന്നു എന്നുള്ളതാണ് കോമ്പൻസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Sometime parents try to make up for their early frustration through the achievement of their children. The father's frustration desire become a doctor is compensated when his son become a doctor. Many have attributed Hitler's greed for power as a compensatory reaction to his short stature. അതായത് ഇവരെല്ലാം ഇപ്പോൾ ഹിറ്റ്ലർ പൊക്കം കുറഞ്ഞ അത്ര രസമുള്ള ഇങ്ങനെ പവർഫുൾ ആയിട്ടുള്ള ഒരാൾ തോന്നുന്നില്ലായിരുന്നു. അതുകൊണ്ട് അയാൾ ലോകം കീഴടക്കി അയാളുടെ പവർ കാണിക്കാൻ ശ്രമിച്ചു, കോമ്പൻസേറ്റ് ചെയ്യാനാണ് ശ്രമിച്ചത്. നമ്മൾ പരാജയപ്പെട്ട ഒരു സാധനം വേറൊരാളുടെ കഴിവ് കൊണ്ടുകൂടി നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് വരാം. പക്ഷേ ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും നിങ്ങൾക്ക്. ഇതവിടെ ഇപ്പം നിൽക്കട്ടെ, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പോകണമെന്നില്ല. അത് വേറൊരു സാധനത്തിനകത്ത് ഇതേ ഐഡിയ വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിക്കും. അതുകൊണ്ടാണ് പേരൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് വേറൊരു സാധനത്തിലേക്ക് വരും. എനിവേ കോമ്പൻസേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു മേഖലയിൽ പരാജയമാണ്, പക്ഷേ മറ്റൊരു മേഖലയിൽ സക്സസ് ആയിക്കൊണ്ട് അയാൾ വിജയിക്കാൻ ശ്രമിക്കുന്നു. കോമ്പൻസേഷൻ മറക്കണ്ട, ക്വസ്റ്റ്യനായിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്. അടുത്ത ഐഡൻറ്റിഫിക്കേഷൻ. അതാണ് ഞാൻ പറഞ്ഞത്, അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ അപ്പുറത്തുണ്ടാകും എന്ന് പറഞ്ഞൊരു സാധനം തന്നെയാണ് ഐഡൻറ്റിഫിക്കേഷൻ. അതായത് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാളിൽ ഐഡൻറ്റിഫൈ ചെയ്യുക. അതായത് വേറൊരാളുടെ വിജയം നമ്മളുടെ വിജയമായിട്ട് നമ്മൾ എടുക്കുന്നു. ഇപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷേ എൻ്റെ ടീമിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ നന്നായിട്ട് ചില ആക്ടേഴ്സിൻ്റെ ഫാൻസ് അസോസിയേഷൻകാരൊക്കെ ചെയ്യില്ല, അവർക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എനിക്കിഷ്ടമുള്ള നടൻ ലോകത്തിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നു, അല്ല ആ സിനിമയിൽ നന്നായിട്ട് വിജയിച്ചു, ആ സിനിമ 100 കോടി നേടി, അതിലുള്ള സന്തോഷം, അല്ലെങ്കിൽ ആ നടന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി, നാഷണൽ അവാർഡ് കിട്ടി, അത് എൻ്റെ വിജയമായിട്ടുകൂടി ഞാൻ ആഘോഷിക്കുന്നു. അതാണ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഐഡൻറ്റിഫിക്കേഷൻ കൺസിസ്റ്റ് ഓഫ് അഡോപ്റ്റിംഗ് ദ ഫീലിംഗ്സ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ഓഫ് ദ അതേഴ്സ് as one's own. Here an individual seeks satisfaction in associating himself in some way with the success of others. മറ്റുള്ളവരുടെ വിജയത്തിൽ നമ്മൾ കൂടി ആ വിജയം നമ്മുടേത് കൂടി ആക്കി എടുത്തിട്ട് പറഞ്ഞു നടക്കുന്ന സാധനമാണ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഐഡൻറ്റിഫിക്കേഷൻ റെഡ്യൂസ് പേഴ്സണൽ ടെൻഷൻ ത്രൂ അച്ചീവ്മെൻറ്റ്സ് ഓഫ് അതർ പേഴ്സൺ ഇൻ ഹോം ഈസ് കീൻലി ഇൻട്രസ്റ്റഡ്. മറ്റൊരാൾ താല്പര്യമുള്ള ഒരാളുടെ വിജയത്തിൽ ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ട് വിരാട് കോഹ്ലി ഒരു സെഞ്ചുറി അടിച്ചു, ഞാൻ സന്തോഷിക്കുന്നു, എനിക്ക് സന്തോഷം, ആ വിജയം എൻ്റെയും കൂടി ആയിട്ട് ഞാൻ എടുക്കുന്നു. Example ആയിട്ട്, to hide his own failure, a student may identify himself with his father and talk about his success. അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ പറയാം, ആ പേരൻസിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് അടിക്കാം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കാര്യം ഏതാ, ഒരു കുട്ടി അവന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ അവൻ്റെ അച്ഛൻ വലിയ ആളാ എന്നൊക്കെ പറഞ്ഞിട്ട് ആ വിജയത്തിൽ അവൻ പങ്കുചേരുവാണെങ്കിൽ ദാറ്റ് ഈസ് ഐഡൻറ്റിഫിക്കേഷൻ. ചിൽഡ്രൻ ഓഫൺ ഐഡൻറ്റിഫൈ ദംസെൽഫ് വിത്ത് ദെയർ പേരൻസ്, ഫിലിം സ്റ്റാർസ്, ക്രിക്കറ്റ് പ്ലേയേഴ്സ് ഓർ പൊളിറ്റിക്കൽ ലീഡേഴ്സ്. ഇതൊക്കെയാണ് അതിനകത്ത് എക്സാമ്പിൾ. ദ പീപ്പിൾസ് കോമൺ ടെൻഡൻസി ഓഫ് കോപ്പിംഗ് ഡൗൺ ദ habit and even the mannerism of their favorite teachers arise out of their desire for identification. നമ്മൾ ചില ആൾക്കാരിൽ കുറേ നേരം നമ്മൾ അവരുടെ ഫോളോവറായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ അവരുടെ മാനറിസംസോ അവരുടെ സംസാര രീതികളോ പോലും നമ്മളുടെ സ്ലാങ്ങിനകത്തോ നമ്മുടെ പെരുമാറ്റത്തിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് ഐഡൻറ്റിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സംഭവിക്കുന്നത്. ഫൗണ്ടേഷൻ ഓഫ് ക്യാരക്ടർ ഫോർമേഷൻ ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഈസ് ലെയ്ഡ് ഇൻ ഐഡൻറ്റിഫിക്കേഷൻ. ഇപ്പോൾ ക്യാരക്ടർ ഫോർമേഷനിൽ നമ്മൾ മറ്റുള്ളവരെ മാതൃകയാക്കി എടുക്കുന്നതിലൊക്കെ ഇത് ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇതാ നോക്കൂ, ഒരു കുട്ടി ഐഡൻറ്റിഫിക്കേഷൻ, അഡോപ്റ്റിംഗ് സക്സസ് ഓഫ് അതേഴ്സ്, സക്സസ് ആയ പേരൻറ്റിനെയോ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് സ്റ്റാറിനെയോ ഒരു ഫിലിം സ്റ്റാറിനെയോ ഒക്കെ നമ്മുടെ വിജയമായിട്ട് നമ്മൾ കണ്ട് അതിൻ്റെ പങ്കായിട്ട് എടുക്കുന്നതിനെയാണ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത സാധനമാണ് പ്രൊജക്ഷൻ. എന്താ പ്രൊജക്ഷൻ? ഒരു ഇൻഡിവിജ്വൽ മറ്റൊരാളിൽ പ്രക്ഷേപണം ചെയ്യുന്നു, പ്രൊജക്ഷൻ ചെയ്യുന്നു. തൻ്റെ പോരായ്മകൾ മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കാൻ, മറ്റൊരാളാണ് അതിൻ്റെ കാരണം എന്നൊക്കെ പറയാനായിട്ട് ശ്രമിക്കുന്നത് പ്രൊജക്ഷൻ്റെ ഭാഗമാണ്.
Projection is the mechanism through which the individual perceives in others the undesirable motives and traits which he himself possesses. അതായത് ദിസ് ഈസ് ദ മോസ്റ്റ് കോമൺ ഡിഫൻസ് മെക്കാനിസം ബൈ വിച്ച് ദം ഇൻഡിവിജ്വൽ ജഡ്ജ് അതർ ബൈ ഹിംസെൽഫ്. അതായത് ഇതെല്ലാവരും തന്നെ കാണിക്കുന്ന ഒരു സാധനമാണ്. ഇപ്പം ഞാൻ മാത്രമല്ല അവരെല്ലാവരും കൂടി എന്ന് നമ്മൾ പറയാറില്ലേ, അല്ലെ അവനാ ഇത് ചെയ്തേ എന്നൊക്കെ പറയാറില്ലേ, അത് തന്നെയാണ് പ്രൊജക്ഷൻ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. സോ എക്സാമ്പിൾ ആയിട്ട് അവിടെ പറയുന്നുണ്ട്, ഒരു ഡിസ്ഹോണസ്റ്റ് പേഴ്സൺ അസ്യൂം ദാറ്റ് അതേഴ്സ് ആർ ഡിസ്ഹോണസ്റ്റ്. ഞാനാണ് ശരിക്കും ഡിസ്ഹോണസ്റ്റ്, പക്ഷേ ഞാൻ മറ്റുള്ളവരുടെ പേരിൽ അത് പറയാൻ ശ്രമിക്കുകയാണ്. അക്യൂസിങ് അതേഴ്സ് ഫോർ വൺസ് ഓൺ ഫോൾട്ട് ഇൻ അനദർ കൈൻഡ് ഓഫ് പ്രൊജക്ഷൻ. അതായത് മറ്റൊരു ടൈപ്പുള്ള പ്രൊജക്ഷനാണ്. ഞാൻ ചെയ്തത് തൊട്ട് എൻ്റെ മിസ്റ്റേക്കാണ്, പക്ഷെ അത് മറ്റൊരാളാണ് ചെയ്തത് എന്ന് പറയുകയാണ്. എനിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിയില്ല, പക്ഷേ അതിൻ്റെ റീസൺ ടീച്ചർ മര്യാദയ്ക്ക് പഠിപ്പിക്കാനായിട്ടാന്ന് പറയാം. അത് തന്നെ സംഭവം. ഞാൻ പഠിപ്പിച്ചത് കൊള്ളില്ല, പക്ഷേ കുട്ടി പഠിക്കാത്തതുകൊണ്ടാണ് മാർക്ക് കിട്ടാത്തതെന്ന് ഞാനും പറയാം. ഇത് തന്നെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. വെൻ ആൻ ഐഡന്റിഫിക്കേഷൻ ടീച്ചർ ബ്ലെയിംസ് ദ സ്റ്റുഡൻറ്റ് ഫോർ ദെയർ ലോ അച്ചീവ്മെൻറ്റ്, ഷീ ഈസ് യൂസിങ് പ്രൊജക്ഷൻ ആസ് എ ഡിഫൻസ് മെക്കാനിസം. അതായത് ഐഡന്റിഫിക്കേഷൻ്റെ ഭാഗമായിട്ടൊരു ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ഞാനിപ്പോൾ പറഞ്ഞ പോലെ കുട്ടിയുടെ ലോ അച്ചീവ്മെൻറ്റിന് കാരണം അവൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ കയ്യിലിരിപ്പാണ് എന്ന് പറയുന്നു. അത് പ്രൊജക്ഷനാണ്, അല്ലാണ്ട് അധ്യാപകൻ അവൻ്റെ തെറ്റ് സമ്മതിക്കുന്നില്ല. അത് തന്നെയാണ് സംഭവം. പ്രൊജക്ഷൻ, മറ്റൊരാളിൽ ചാരുക. നമ്മൾ നമ്മുടെ പോരായ്മ മറ്റൊരാളിൽ ചാരുക, അത് തന്നെ. ഇനി റാഷണലൈസേഷൻ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു സാധനമാണ് റാഷണലൈസേഷൻ. ഒരു ഫേസ് സേവിങ് ഡിവൈസ് ആണ് ശരിക്കും റാഷണലൈസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പോരായ്മയും നമ്മുടെ പ്രശ്നങ്ങളുമൊക്കെ നമ്മുടെ കുഴപ്പം കൊണ്ടുണ്ടായ ഒരു കാര്യമൊക്കെ ഫോൾസ് ഗീവിങ്സ് അല്ലെങ്കിൽ ഫോൾസ് റീസൺസ് നൽകിക്കൊണ്ട് എന്ത് ചെയ്യാണ്, നമ്മൾ അതിനെ മറയ്ക്കാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ തെറ്റായി വഴിതിരിച്ചു വിടാനായിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പോൾ കിട്ടാത്ത മുന്തിരിക പുളിക്കും, അല്ലെങ്കിൽ സ്വീറ്റ് ലെമണിസം, സോർ ഗ്രേപ്പിസം, രണ്ട് രീതി ഇതിനകത്തുണ്ട്. റാഷണലൈസേഷൻ, യുക്തീകരണം. അതായത് ഒരു യുക്തിയില്ലാത്ത കാര്യം പറഞ്ഞിട്ട് എൻ്റെ പോരായ്മ, എൻ്റെ തോൽവിനെയൊക്കെ ഞാൻ മറികടക്കാൻ ശ്രമിക്കുന്ന ഡിഫൻസ് മെക്കാനിസമാണ് ഇത്. ദിസ് റെഡ്യൂസസ് ഹിസ് ഗിൽറ്റ് ഫീലിംഗ് ആൻഡ് റീസ്റ്റോർ ഹിസ് ഈഗോ. ഗിൽറ്റ് ഫീലിങ്ങിനെ മറികടക്കാനും ഈഗോയെ റീസ്റ്റോർ ചെയ്തൊക്കെ അതൊക്കെ സഹായിക്കും. അതായത് ഒരു ബോയ് മാത്സിൽ ഫെയിലായി, റാഷണലൈസേഷൻ വഴി അയാൾ എന്ത് ചെയ്യാണ്, അത് ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് സിലബസ് ആയതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് അങ്ങ് പറഞ്ഞ് നോക്കാമാണ്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ മുഴുവൻ ഔട്ട് ഓഫ് സിലബസ് ആവുന്നത്, അതുകൊണ്ടാണ് ഞാൻ തോറ്റേ എന്ന് പറയുന്നു. അതാണ് റാഷണലൈസേഷൻ. യുക്തീകരിക്കുക, റാഷണലൈസ് ചെയ്യുക, അതാണ് സംഭവം. റാഷണലൈസേഷൻ ഈസ് സം കൈൻഡ് ഓഫ് എക്സ്ക്യൂസ് മേക്കിംഗ് പ്രോസസ് വിച്ച് ഓപ്പറേറ്റ്സ് മെയിൻലി ഇൻ ടു കോമൺ ഫോംസ് നോൺ ആ സോർ ഗ്രേപ്പിസം ആൻഡ് സ്വീറ്റ് ലെമണിസം. രണ്ട് രീതിയിലുണ്ട് റാഷണലൈസേഷൻ, നോട്ട് ചെയ്ത് വെച്ചോ. സോർ ഗ്രേപ്പിസവും സ്വീറ്റ് ലെമണിസവും രണ്ട് രീതിയിലാണ് ഇത് വരുന്നത്. അപ്പോൾ സോർ ഗ്രേപ്പിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് റെഫേഴ്സ് ടു ദ ആറ്റിറ്റ്യൂഡ് എക്സ്പ്രസ്ഡ് ബൈ ദ ലെജൻഡറി ഫോക്സ് ഓഫ് ഈസോപ്പ് ഫേബിൾ. അതായത് ഈസോപ്പ് കഥകളിലെ കുറുക്കൻ്റെ കഥയുണ്ടല്ലോ, കുറുക്കൻ കുറേ നേരം ചാടി നോക്കിയിട്ട് കിട്ടിയില്ല, അതിന് പുളിയ എന്ന് പറഞ്ഞ് കുറുക്കൻ പോയില്ലേ, അത് തന്നെ. അവനത് അങ്ങനെ അവൻ്റെ സാറ്റിസ്ഫാക്ഷൻ, അവനൊരു മാനസികമായിട്ട് ബാലൻസ് ആവാൻ വേണ്ടി അവൻ കണ്ടുപിടിച്ച ഒരു യുക്തീകരണം, അത്രയേ ഉള്ളൂ. എന്താ അത് പുളിയാ, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞത്. അത് തന്നെ സാധനം. നമുക്ക് കിട്ടാത്തൊരു സാധനം, അത് കൊള്ളത്തില്ല, അതെനിക്ക് വേണ്ട എന്ന് പറയുന്ന സംഭവം, അത് തന്നെയാണ് ഈ സംഭവം. സംതിങ് we cannot get becomes something we did not want anyway. Here the individual attempt to rationalize his external condition rather than upon his own inability. മറ്റ് കാരണങ്ങൾ പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. Failure to qualify UGC test, one might say, was a blessing as there are a lot of unemployed UGC holders. ഞാനൊരു പത്രാശം എഴുതിയിട്ട് എനിക്ക് UGC നെറ്റ് കിട്ടുന്നില്ല. ഞാൻ പറയുകയാണ് UGC നെറ്റ് കിട്ടിയിട്ട് എന്താ, ഒരുപാട് പേര് ഇത് കിട്ടാതെ ഇത് കിട്ടിയിട്ട് ജോലിയിൽ അടക്കണില്ലേ, പിന്നെ എന്തിനാ? കേട്ടിട്ട് 100 പ്രാവശ്യം ഞാൻ എഴുതി കിട്ടിയില്ല, എന്നിട്ട് പറയാണ് കേട്ടിട്ട് കിട്ടിയിട്ട് ഇപ്പം എന്തിനാ എത്രയോ പേര് അപ്പോൾ ലക്ഷങ്ങൾ കൊടുത്ത് വേണം ജോലിക്ക് കയറാനായിട്ട്, ആർക്കും ജോലിയില്ല, പിന്നെ ഇത് കിട്ടിയിട്ട് എന്താ കാര്യം എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അത് യുക്തീകരണം, റാഷണലൈസേഷൻ. എൻ്റെ കഴിവുകൊണ്ട് കിട്ടിയില്ല, എന്നിട്ട് ഞാൻ അതിനെ ന്യായീകരിക്കുന്നു. ഇത് തന്നെ സംഭവം. അതാണ് സോർ ഗ്രേപ്പിസം, കിട്ടാത്ത മുന്തിരി പുളിക്കും. ഇനി സ്വീറ്റ് ലെമണിസത്തിലേക്ക് വന്നാലോ, സ്വീറ്റ് ലെമണിസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിലവിലുള്ളത് വെച്ചിട്ട് സാറ്റിസ്ഫൈഡ് ആവുക. ദിസ് റെഫേഴ്സ് ടു ദ ആറ്റിറ്റ്യൂഡ് ദാറ്റ് വാട്ട് ഈസ് ഓൾറെഡി അച്ചീവ് ഈസ് ബെറ്റർ ദാൻ സംതിങ് ദാറ്റ് ഈസ് യൂഷ്വലി കൺസിഡർ മോർ ഡിസൈറബിൾ ബൈ അതേഴ്സ്. മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്ന സാധനത്തെ, എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത സാധനത്തെ നമ്മൾ, അല്ലെങ്കിൽ എല്ലാവരും അംഗീകരിക്കുന്ന വലിയൊരു പൊസിഷൻ അതെനിക്ക് കിട്ടിയില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ ഡോക്ടറാണെന്ന് ആഗ്രഹിച്ചു, കിട്ടിയില്ല. പക്ഷേ ഞാൻ നേഴ്സായി കഴിഞ്ഞപ്പോൾ ഞാൻ പറയാണ്, അല്ലെങ്കിൽ നേഴ്സാകാൻ എനിക്ക് പറ്റുള്ളൂ, ഡോക്ടറാണൊക്കെ ഭയങ്കര തൊല്ലേ, അതൊന്നും ഇല്ലാത്ത നന്നായി. എന്നെ സസ്പെൻഡ് ചെയ്ത് ഞാൻ വീട്ടിൽ, അല്ലെങ്കിൽ എൻ്റെ ജോലി പോയി, എന്നെ പിരിച്ചുവിട്ടു. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയി പറയാണ്, ഇപ്പം എൻ്റെ കുടുംബത്തിനൊപ്പം ഇരിക്കാൻ സമയം കിട്ടുന്നുണ്ട്, ഇതാ നല്ലത് എന്ന് പറയുന്നു. ആ സംഭവം തന്നെ, അതാണ് സ്വീറ്റ് ലെമണിസം എന്ന് പറയുന്നത്. ഹൈലി ക്വാളിഫൈഡ് പേഴ്സൺ ഹു കുഡ് സെക്യൂർ ഓൺലി എ സ്കൂൾ ടീച്ചേഴ്സ് ജോബ് ത്രൂ ദോസ് പേഴ്സണലി ഡിസപ്പോയിൻറ്റഡ് മേ സേ ഹൗ ഹാപ്പി ഹീ ഈസ് വിത്ത് ഹിസ് ജോബ്. അതായത് ഞാൻ കോളേജ് അധ്യാപകനാകാൻ ശ്രമിച്ചു, പക്ഷേ സ്കൂൾ അധ്യാപകനാകാനേ പറ്റുള്ളൂ. കോളേജ് അധ്യാപകരെക്കാളും നല്ല ഇതാണ്, കോളേജിലൊന്നും പിള്ളേരില്ല, ഇപ്പോൾ അതിൽ നല്ലത് ഇതാണെന്ന് പറഞ്ഞ് ഞാൻ ആശ്വസിക്കുന്നത്. ഇത് തന്നെയാണ് സ്വീറ്റ് ലെമണിസം. റാഷണലൈസേഷൻ ഈസ് ഡിഫറൻറ്റ് ഫ്രം lying in the sense that lying is deceiving others but not oneself. However, in rationalization, the individual is primarily
ഡിസീവിങ് ഹിംസെൽഫ് ഇൻ ഓർഡർ ടു പെർസീവ് ഹിസ് സെൽഫ് കോൺസെപ്റ്റ്. അത് വലിയ കാര്യമൊന്നുമില്ല, റാഷണലൈസേഷൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എനിവേ സോർ ഗ്രേപ്പിസോ സ്വീറ്റ് ലെമണിസോ ആണ് അവിടെ പ്രധാനമായിട്ടും വരുന്നത് എന്ന് ഓർത്തിരിക്കുക. രണ്ട് കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അടുത്ത നെഗറ്റീവിസം. എന്ത് പറഞ്ഞാലും നെഗറ്റീവ് പറയാം, ഇതാണ് സംഭവം. എന്തൊരു നെഗറ്റീവാണ് നീ എന്ന് നമ്മൾ പലരോടും ചോദിക്കാറില്ലേ, അത് തന്നെ സംഭവം. അതായത് മറ്റൊരാൾ പറയുന്ന അഭിപ്രായത്തെ കംപ്ലീറ്റ് നെഗറ്റീവ് അടിച്ച് കളയുക, അതിനെ അംഗീകരിക്കുകയില്ല. ഒരു 5-6 പേരും ചർച്ച ചെയ്യുന്നു, 5 പേരുണ്ട്, ബാക്കി 4 പേര് പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നില്ല, എന്ത് പറഞ്ഞാലും ഞാൻ കുറ്റം പറയുന്നു, അതാണ് നെഗറ്റീവിസം. Negativism is a type of deficient behavior in which there is an active refusal to carry out requests. This is a mechanism by which an individual draws the attention of others. മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. The person develops strong and irrational resistance in accepting the suggestions of others. മറ്റുള്ളവർ പറയുന്ന കാര്യത്തെ കംപ്ലീറ്റ് ആയിട്ട് അംഗീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത്. The foundation of the negativism is laid at early childhood and reflect even during adulthood. ഇതാണ് അതിൻ്റെ കാര്യം. Such people do not oppose but they do resist suggestions. അവരെ എതിർക്കുകയല്ല, പക്ഷേ സജഷൻസിനെ മൊത്തത്തിൽ തള്ളിക്കളയുക, ഇതാണ് ചെയ്യുന്നത്. They refuse to cooperate and exhibit rebellious behavior doing opposite of what is normally expected. അതാണ് സംഭവം. വിഡ്രോവൽ ആണ് അടുത്തത്. സെക്ലൂസീവ്നെസ് എന്ന് പറയും, വിഡ്രോവൽ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. പിൻവാങ്ങൽ എന്ന് മലയാളത്തിൽ പറയും. വിഡ്രോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ചില ആൾക്കാരെ കണ്ടില്ല, എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടൊക്കെ വരുമ്പോഴത്തേക്ക് അതിലൊന്നും പങ്കെടുക്കാതെ മാറി നിൽക്കുക, അതാണ് വിഡ്രോവൽ എന്ന് പറയുന്നത്. Retreating from situations which cause difficulties or refuse to face problems to avoid the danger of failure and hence the possible frustration. അതായത് പരാജയങ്ങൾ പേടിച്ചിട്ട് ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ പരാജയപ്പെടും, അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കും. ഇവിടെ പോയ ഒരുപാട് പ്രശ്നങ്ങളാണ്, അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കും. ഈ ഒരു എന്തെങ്കിലും ഒരു സോഷ്യൽ ആക്ടിവിറ്റി വരുമ്പോൾ അതിനകത്തൊക്കെ വന്ന് ഞാൻ വലിയ തൊല്ലയാണ്, ഞാനൊന്നും പോയില്ല, പൊളിറ്റിക്സിൽ നിന്നൊക്കെ ഞാൻ മാറുക എന്നൊക്കെ പറയില്ല ചില ആൾക്കാർ, ഇതൊക്കെ തന്നെ പേടിച്ചിട്ടാണ്. അത് തന്നെ വിഡ്രോവൽ, അതാണ് വിഡ്രോവൽ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അത്രയാണ് ഫോർ എക്സാമ്പിൾ വിഡ്രോവൽസ്. അതായത് ഡേ ഡ്രീമിങ്, ബിക്കമിങ് സ്ലീപ്പി ഓർ ഡ്രോസി, യൂസിങ് നാർക്കോട്ടിക്സ്, ഇതൊക്കെ വിഡ്രോവലിൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്നതാണ്. ഫ്രീക്വൻറ്റ് വിഡ്രോവൽ ഫ്രോം ഡിഫിക്കൽറ്റി സിറ്റുവേഷൻസ് മേക്ക് ആൻ ഇൻഡിവിജ്വൽ ടിംഡ് ആൻഡ് വീൻ ഇൻ ഫേസിങ് റിയൽ ലൈഫ് സിറ്റുവേഷൻ. അതായത് എല്ലാത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക്, ഡേ ഡ്രീമിങ്ങിലോ ഉറക്കം മാത്രമായിട്ടോ അല്ലെങ്കിൽ നാർക്കോട്ടിക്സ് ഡ്രഗൊക്കെ യൂസ് ചെയ്യുന്നതിലേക്കോ അങ്ങനത്തെ ലഹരിയിലേക്കൊക്കെ പോകാം. അവർ ഭയങ്കരമായിട്ട് എല്ലാത്തിൽ നിന്ന് മാറി ആ സൈക്കോളജിക്കലായിട്ടുള്ള ഇഷ്യൂസിലേക്കൊക്കെ അവർ പോകാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ റിഗ്രഷൻ ആണ് അടുത്തത്. റിഗ്രഷൻ, ഇറ്റ് ഈസ് എ മെക്കാനിസം ഓഫ് എസ്കേപ്പ് ഫ്രം റിയാലിറ്റി ബൈ റിട്ടേണിംഗ് ടു ദ ബിഹേവിയർ അപ്രോപ്രിയേറ്റ് അറ്റ് ദ ഏർലിയർ ഏജ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് അൺകോൺഷ്യസ് ബാക്ക് ട്രാക്കിംഗ്. ഇമ്പോർട്ടൻ്റ് ആണ്, പലപ്പോഴും ചോദിക്കാറുണ്ട്. റിഗ്രഷൻ അതായത് സിമ്പിൾ എക്സാമ്പിൾ പറയാം. മൂത്ത കുട്ടി, ഇളയ കുട്ടി ഉണ്ടാകുന്ന സമയത്ത് മൂത്ത കുട്ടിക്ക് ഉണ്ടാകുന്ന സാധനം, അതായത് ബാക്കിയുള്ളവരുടെ കെയറോ ശ്രദ്ധയൊന്നും കിട്ടുന്നില്ല എന്ന് കാണുമ്പോഴത്തേക്കും ചെറിയ പ്രായത്തിൽ എന്താണോ ചെയ്തിരുന്ന ആ ബിഹേവിയറിലേക്കൊക്കെ പോവുക. ഇപ്പോൾ കിടക്കേ മുള്ളുക, അല്ലെങ്കിൽ പാലും കുപ്പിയൊക്കെ എടുത്ത് കുടിക്കുക ഇളയ കുട്ടിയുടെ, അതല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾക്ക് നിലത്ത് കിടന്നുകൊണ്ട് വഴക്കുണ്ടാക്കുക, അന്നൊക്കെ അതെന്തെങ്കിലും ചെയ്ത് തന്നിട്ടുണ്ടാകും, സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും എല്ലാവരും, അത് പഴയ ബിഹേവിയറിലേക്ക് തിരിച്ചു പോവുക. ഇതാണ് റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ എൻ്റെ വീട് അപ്പൂൻ്റെ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത്, കാളിദാസിൻ്റെ ആദ്യത്തെ സിനിമ, ആ സിനിമയ്ക്കകത്ത് കൊച്ചുണ്ടാകുന്ന സമയത്ത്, രണ്ടാമത്തെ കൊച്ചുണ്ടാകുന്ന സമയത്ത് ഇവൻ പോയിട്ട് കാണിക്കുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ട്. അത് റിഗ്രഷനാണ്, ഡിഫൻസ് മെക്കാനിസമാണ്, റിഗ്രഷനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഇതും നമ്മൾ പറയുന്ന നമ്മുടെ മച്യൂരിറ്റി ലെവൽ കുറഞ്ഞ ലെവലിലേക്ക് പോയിട്ട്, ഇപ്പോൾ പണ്ടൊക്കെ ഐസ്ക്രീം മേടിച്ച് തരുമായിരുന്നു നിലത്ത് കിടന്ന് ഉരുളുമ്പോൾ, വലുതായി കഴിഞ്ഞിട്ടും ഇളയ കുട്ടി ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ വലുതായി കഴിഞ്ഞപ്പോൾ വീണ്ടും ചോദിക്കുമ്പോൾ തന്നില്ലെങ്കിൽ നിലത്ത് കിടന്ന് ഉരുളുവാണെങ്കിൽ അത് റിഗ്രഷൻ്റെ എക്സാമ്പിളാണ്. ഇപ്പോൾ ഏജ് ലെവലിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മച്യൂരിറ്റി കാണിക്കാതെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നതാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ബോയ്സ് ആൻഡ് ഗേൾസ് അൺകോൺഷ്യസ്ലി അഡോപ്റ്റഡ് ദ ഇമോഷണൽ റിയാക്ഷൻ അറ്റ് ലോവർ ലെവൽ ഇൻസ്റ്റെഡ് ഓഫ് കറേജിയസ്ലി ഗ്രാസ്പിംഗ് ദ ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഓഫ് ദെയർ ഏജ് ഗ്രൂപ്പ്. അതായത് പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിൽ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ് വരാതെ പഴയ കാലത്തേക്ക് ഉള്ള ബിഹേവിയർ കാണിക്കുന്നു എന്നുള്ളതാണ്. ആൻ അഡോളസെന്റ് ഗേൾ ഹൂ ഹാസ് ബീൻ ഫ്രസ്ട്രേറ്റഡ് ഇൻ ഫുൾഫില്ലിംഗ് ഹെയർ നീഡ്സ് മേ ക്രൈ ലൈക്ക് എ ചൈൽഡ്. ആൻ ഓൾഡ് മാൻ ബൈ ടോക്കിംഗ് ഓഫ് ദ ഗുഡ് ഓൾഡ് ഡേയ്സ് ഷോസ് ദ മെക്കാനിസം ഓഫ് റിഗ്രഷൻ. ഇതെല്ലാം റിഗ്രഷൻ്റെ എക്സാമ്പിളുകളായിട്ട് ചോദിക്കാം. റിഗ്രഷൻ ഒരുപാട് തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്, ഓർത്തിരുന്നോണം എന്താണ് കൺസെപ്റ്റ് എന്ന് അറിയുക എന്നുള്ളതാണ്. അടുത്ത റിപ്രഷൻ, അതായത് ഇത് വളരെ അപകടകരമായ ഒരു സാധനമാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡ് കണ്ടുപിടിച്ച സാധനമാണ്. നമ്മളുടെ നഷ്ടപ്പെട്ടു പോയ നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് കിട്ടാതെ പോയ ആഗ്രഹങ്ങൾ, നമ്മളെ വേദനിപ്പിച്ച ചില അനുഭവങ്ങൾ, ഇതൊക്കെ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് തള്ളിയിട്ടിട്ടുണ്ട്. അത് റിപ്രഷനാണ്. എന്നിട്ട് എന്ത് ചെയ്യും? കുറേ കാലം കഴിയുമ്പോൾ എപ്പോഴെങ്കിലും ഇത് പുറത്തേക്ക് തിരിച്ചു വരും, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഡിസോർഡർ ആയിട്ടൊക്കെ അത് മാറാനുള്ള സാഹചര്യമുണ്ട്. മെൻ്റൽ മെക്കാനിസം ബൈ വിച്ച് ആൻ ഇൻഡിവിജ്വൽ forgets by pushing down into the unconscious any thoughts that
അറോസ് ആങ്സൈറ്റി ഉണ്ടാക്കിയ പല തോട്ടുകളും നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് ഉള്ളിലേക്ക് തള്ളിയിടുന്ന പരിപാടി. അതാണ് റിഗ്രഷൻ തമ്മിൽ മാറിപ്പോൾ റിഗ്രഷൻ പഴയ കാലത്തേക്ക് തിരിച്ചു പോകുന്നതാണ്. ഇറ്റ് ഈസ് ആൻ അൺകോൺഷ്യസ് പ്രോസസ് വെയർ പെയിൻഫുൾ എക്സ്പീരിയൻസ്, ഷെയിംഫുൾ തോട്ട്സ്, ഗിൽറ്റ് leaden memories or unfulfilled wishes are removed from the conscious mind by pushing down them to unconscious mind. നമ്മൾ മറക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയില്ലേ, അതിനുവേണ്ടി നമ്മൾ ഉള്ളിലേക്ക് തള്ളിവിടുന്നില്ലേ, അത് തന്നെയാണ് ഈ പറയുന്ന റിപ്രഷൻ എന്ന് പറയുന്നത്. റിപ്രഷൻ ഇംപ്ലൈസ് ഡിനൈങ് oneself of some need gratification which a view to escaping the pains of a frustrating situation. പക്ഷേ ബുദ്ധിമുട്ടുണ്ടായ സാധനങ്ങളെ ഉള്ളിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. അടുത്താണ് സബ്ലിമേഷൻ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് സബ്ലിമേഷൻ. അതായത് നമുക്ക് വളരെ വേദനാജനകമായിട്ടുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടാകുന്നു, പക്ഷേ നമ്മൾ അതിനെ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലേക്ക് മാറ്റുന്നു. ഇപ്പോൾ വർഷം സിനിമയ്ക്കകത്ത് മമ്മൂട്ടിയുടെ മകൻ മരിച്ചു കഴിയുമ്പോൾ മമ്മൂട്ടി സോഷ്യൽ സർവീസിലേക്ക് വേണ്ടിയിട്ട് മാറ്റുന്നില്ലേ, അല്ലെങ്കിൽ മക്കളുണ്ടാകാത്ത ആൾക്കാർ സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്ക് പോയി അല്ലെങ്കിൽ അനാഥാലയങ്ങളൊക്കെ നടത്തി അതിന് ചെയ്യുന്നില്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ സബ്ലിമേഷൻ്റെ എക്സാമ്പിളായിട്ട് പറയാം. പ്രോസസ് ഓഫ് റീഡയറക്റ്റിംഗ് the socially unacceptable desire along desirable channels. It means acceptance of socially approved substitutes goal for a drive whose channel ഓഫ് എക്സ്പ്രഷൻ ഈസ് ബ്ലോക്ക്ഡ്. അതായത് പറ്റാതെ പോയ ചില സങ്കടങ്ങളിൽ നിന്ന് അതിനെ പോസിറ്റീവായിട്ടുള്ള കാര്യത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ അതിനെ സബ്ലിമേഷൻ എന്ന് വിളിക്കാം. സോ ഇതാണ്. അപ്പോൾ എന്താ നമുക്ക് ഭയങ്കര സങ്കടങ്ങളുണ്ട്. ഇപ്പം ഓക്കെ നമ്മൾ നമ്മുടെ സൂര്യ വാരണമായിരം സിനിമയ്ക്കകത്ത് കാമുകി മരിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചിലപ്പം നല്ല തേപ്പൊക്കെ കിട്ടി നമ്മൾ പറയാറില്ല, അങ്ങനെയൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അവർ ജിമ്മിലൊക്കെ പോയി ബോഡിയൊക്കെ നന്നാക്കി ആർമിയിലൊക്കെ പോയി അങ്ങനെയൊക്കെ ചെയ്യുന്നു. അല്ലെങ്കിൽ കലാപരമായിട്ട് മ്യൂസിക്കൊക്കെ ഉണ്ടാക്കി അതിൽ ഒരു നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്നു. നെഗറ്റീവായിട്ട് പോകാതെ അതിനെ പോസിറ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ട് മാറ്റുകയാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നമ്മൾ റിപ്രഷനും അഗ്രഷനൊന്നുമല്ല, അത് സബ്ലിമേഷനാണ് എന്നോർത്തിരിക്കുക. അപ്പോൾ വേർഡുകൾ മാറിപ്പോരുത്, സബ്ലിമേഷനാണ്, മറക്കണ്ട. സോ ഇതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നോട്ട് ചെയ്ത് വയ്ക്കുക. സോ 10 ഞാനിപ്പോൾ പഠിപ്പിച്ച്, ഇനിയുണ്ട് കേട്ടോ ഓസ്ട്രിച്ച് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള സാധനമൊക്കെ ഉണ്ട്, കുറേ ഉണ്ട്. ഞാനതെല്ലാം കൂടി ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ 10 ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട 10 ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത്. ആ 10 നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ഉറപ്പ് ക്വസ്റ്റ്യനാണ്, റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യനാണ്, മറക്കണ്ട. തിയറിയിലും ചോദിക്കും, നിങ്ങളുടെ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ നിങ്ങളുടെ BEdൻ്റെ എക്സാമിനും ചോദിക്കും. അതേപോലെ തന്നെ കേറ്ററ്റിനും സീറ്ററ്റിനും സെറ്റിനും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. യൂസ്ഫുൾ ആയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. ഏത് ഡിഫൻസ് മെക്കാനിക്സാണ് നിങ്ങൾ യൂസ് ചെയ്യാറുള്ളതെന്ന് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തുക. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.